സന്തോഷമുള്ളവർ കരപതി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡീറ്റെയിൽഡ് ആയിട്ട് വചനം പ്രസംഗിക്കാൻ സമയമില്ല, അതുകൊണ്ട് ജസ്റ്റ് സമ്മറി മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സമയത്ത് നിർത്തണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട്, പ്രിയമുള്ളവർ, ഈ മാസം പരിശുദ്ധാത്മാവോട് പറയുന്നത് അമേൻ സ്തോത്രം ചെയ്യുന്നു, ബ്രേക്ക് ദ ക്ലോത്ത്സ്, പ്രിപ്പയർ ദ സോയിൽ ഫോർ ദ സീഡ് ടു ഗ്രോ അൺസീമിംഗ്ലി അക്കോർഡിംഗ് ടു ഗോഡ്സ് പ്ലാൻ. അതിന് ദൈവത്തോടൊരു ജോയിന്റ് വെഞ്ചറിൽ നാം ഏർപ്പെടണം. അപ്പം ക്ലോത്ത്സ്, കട്ടകൾ ഒന്ന് തരിശു നിലങ്ങൾ ഇളക്കി മറിക്കണം. ഈവൻ ഇഫ് ദ റെയിൻ കംസ്, ഇപ്പോഴും കട്ടയായിട്ട് സ്ഥലം റെയിൻ വരുമ്പോൾ മണ്ണിനകത്ത് പിടിക്കണ ഇളക്കി മറിച്ചാലേ മണ്ണിനകത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മണ്ടയ്ക്ക് വിടാൻ ഒലിച്ചു പോകും. രണ്ട്, അല്പം താഴ്ത്തിറങ്ങിയാലും ഈ മണ്ണ് ഇളകാത്ത കൊണ്ട് അതിനകത്ത് ഗ്യാപ്സ് സോ ലിറ്റിൽ ആയിരിക്കും. എന്നാൽ ഫിസിക്സിൽ ഒരു പ്രക്രിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനോമിന ഉണ്ട്, കാപ്പിലറി ആക്ഷൻ. അപ്പം നിങ്ങൾ അതറിയണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു ട്യൂബ് വെള്ളത്തിലോട്ടോ ഗ്ലാസിലോട്ടോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലാസിലെ ലെവൽ ഇവിടെ ആണെങ്കിൽ ഈ ട്യൂബിനകത്ത് ചെറിയ ട്യൂബ് ആണെങ്കിൽ അതിന്റെ ഉയർച്ച മണ്ടയ്ക്കോട്ട് കയറിയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇളകാത്ത മണ്ണാണെങ്കിൽ മണ്ടയ്ക്ക് മഴ പെയ്താലും ഇളകി മറിഞ്ഞ് കട്ട ഉടച്ച് ഗ്യാപ്പ് വരുത്താത്ത മണ്ണാണെങ്കിൽ വെള്ളം വന്നതുപോലെ തന്നെ ഡ്രൈ വാപ്പറേറ്റ് എന്ന് പോകും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയം തരിശു നിലം ഉഴുതുമറിക്കണം. ഉഴുതുമറിക്കുമ്പോഴും കട്ടകളായിട്ട് വന്ന് പ്ലവ് ചെയ്യുമ്പോൾ ചില മണ്ണ് ഞാൻ ചേർന്ന കിടക്കും, ഇളകത്തിൽ അതിനെ ഉടച്ചുടച്ച് തിരിയത് ഉടച്ചു നിരത്തും. എന്നിട്ട് വേണം ആ വിത്ത് അങ്ങനെ പാകിയാൽ മാത്രമേ ദൈവത്തിന്റെ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുകയുള്ളൂ. അതിനാധാരമായി ഈ വർഷം മാസം പരിശുദ്ധ വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. അമൻ എടുത്തവരെ പെട്ടെന്ന് വായിക്കുക. ജോൽ 1:17, യോവൽ പ്രവാചകന്റെ പുസ്തകം 1:17. അമൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത് അമൻ സ്തോത്രം അത് വായിച്ചു കഴിയുമ്പോൾ അമൻ Psalm 65:10. The seeds are shriveled beneath the clods, the storehouses are in ruins, the granaries have been broken down, for the grain has dried up. Amen. ഇവിടെ യോവൽ പറയുക, the seed is rotting or shriveled among the clods. Amen. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? അട്ടുപോകുന്നു. കാരണം കട്ട കിടക്കുക, വിത്ത് കിടക്കുക, അതിന്റെ മണ്ടയ്ക്ക് കവറിംഗ് ഇല്ല, വെറ്റ്നസ് ഇല്ല, അത് വളരാനുള്ള ഇതില്ല. അവൻ സ്വന്തം അതുകൊണ്ട് എന്ത് പറ്റി? ദർ ഇസ് നത്തിങ് ഇൻ പാണ്ഡികശാലയിൽ, സ്റ്റോർ ഹൗസസിൽ ഗ്രെയിൻ ഇല്ല, ധാന്യമില്ല. അവൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തരിശു നിലങ്ങളെ ഉടണം, അതിനെ കട്ട ഉടച്ച് നിരത്തണം. അതിലെ Psalm 65:10 ദൈവം അതിനായി നമ്മെ ഹെൽപ്പ് ചെയ്യും. കാരണം പറിച്ചുകൊണ്ട് നട്ടതുപോലെ God will help. ക്ലോഡ് ജാതികളെ നീക്കിക്കളയാൻ ശക്തി തന്നതുപോലെ God will help in that process for you, as far as if you are willing to do the job. വായിച്ചു 65:10 പെട്ടെന്ന് വായിച്ചു. Psalm 65:10. You water its furrows abundantly, settling its ridges, softening it with showers, and blessing its growth. Settling its ridges എന്ന് പറയുന്ന you break its clods. നിന്റെ കട്ട ഉടച്ച് അപ്പൊ ദൈവവും പ്രക്രിയയിലുണ്ട് എന്ന് കാണിക്കുന്നു. God will help. ഇനി അടുത്തത്, but we have to do our part. Hosea chapter 10:12. ഹോശേയ 10:12. Sow righteousness for yourselves, reap the fruit of unfailing love, and break up your unplowed ground. Break up your unplowed ground. കട്ടകള് നീ ഇളക്കി മറിക്കണം, കട്ട ഉടച്ചു നിരത്തണം. കാരണം ദൈവത്തിന് ഒരു വലിയ ഗ്രോത്ത് ചെയ്യാനായിട്ടുണ്ട്, നിന്നില് ഒരു വളർച്ച കൊണ്ടുവരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പം യേശു പറഞ്ഞു, നമ്മുടെ ഹൃദയമാണ് ആ നിലം, നല്ല നിലം. അവൻ സ്വന്തം അവിടെ അവൻ ക്ഷമയോട് നമ്മൾ കാത്തിരുന്ന് കട്ടകളെ ഉടച്ച് ഫലം കൊടുക്കണമെന്ന് ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചു. എങ്ങനെ 30, 60, 100 മേനി ഫലം കൊടുക്കണം. അതിനുള്ള ബന്ധത്തില് അവൻ സ്വന്തം ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് പറയുന്നു. ഒന്ന് Romans chapter 12 verse 1 and 2. എങ്ങനെ നീ ആകണം? So what have you to do? സകല ക്ലോട്ട്സും ഉടച്ചു കളയണം, ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. വായിച്ചാട്ട്. Therefore, urge your brothers and sisters, and give God's mercy to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Amen. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing, and perfect will. അതുകൊണ്ട് പൗലോസ് പറയുക, be transformed. Correct your heart, so you may know what is the pleasing and the perfect will of God. അവിടെ വായിക്കുമ്പോൾ ഓർത്തണം, ദൈവം നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ അങ്ങ് നടക്കുന്നു, because there is God's permissible will
and approved them. ചില കാര്യങ്ങൾ നിർബന്ധിച്ച് തന്നാൽ ദൈവം അനുവദിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, like you know about ബാലാം ഓൾറെഡി ദൈവം പറഞ്ഞു ഡോണ്ട്. ദൈവം ഒത്തിരി വട്ടമൊന്നും പറയത്തില്ല. ബട്ട് അവര് പോയി ആരും വരത്തില്ല. ഹി ടോൾഡ് നോ, ഗോഡ് ഹസ് നോട്ട് അലൗഡ്. അവർ തിരിച്ചു പോയി. ബാലാക്കിനോട് പറയാൻ ബാലാക്ക് കൂടുതൽ പൈസ കൊടുത്തു കിട്ടും. അപ്പോൾ ഈ പുള്ളിക്കാരൻ വീട്ടിൽ ചോദിക്കാം, ഓൾറെഡി ദൈവം പറഞ്ഞല്ലേ നോ. നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവം ഓൾറെഡി പറഞ്ഞു നോ എന്ന് പറഞ്ഞു, പക്ഷെ യു ആർ ഇൻസിസ്റ്റിംഗ് ഓൺ സംതിങ്. എന്നാ പോയി റീഡ് വചനം തരുന്നത് പഠിക്കാനാണ്. രണ്ടാമത് ദൈവം പറഞ്ഞു ഓക്കെ നീ പോയി. പക്ഷെ ദൈവത്തിന് ഹൃദയത്തോടല്ല പറയുന്നത്, ഞാൻ പറയാത്തൊന്നും പറയല്ലേ. ഇത് പറഞ്ഞു ദൈവം, അതാ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം പോവാന്ന് പറഞ്ഞല്ലോ. നോ, അങ്ങനെ നീ ഇൻസിസ്റ്റ് ചെയ്യുന്നോണ്ടാണ്. കാരണം നിന്റെ ഹൃദയത്തെ ദൈവത്തിന് അറിയാം. യു വാണ്ട് ഇറ്റ്. നമ്മളെന്നാ ചില പാപം ചെയ്ത് ദൈവം കൃപ തന്നിട്ടുണ്ട് പാപം ചെയ്യാതിരിക്കുക, പക്ഷെ എന്റെ ഹൃദയം അത് വാങ്ങിക്കുക. തെറ്റാന്നറിയാം, പക്ഷെ വീണ്ടും കർത്താവെ ഏൽപ്പിക്കണം. ഇത് ആ പാപം തന്നെ ചെയ്യാൻ പോകും. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവിക്കും പക്ഷെ നിങ്ങൾക്കറിയാം പോകുന്ന വഴി യു സോട്ട് ദ ഡേഞ്ചർ. കഴുതയില്ലാതെ എന്ത് പറ്റി? If the donkey would never have saved Balaam the prophet, ഓർത്തോണം, ലോ ഇല്ലാത്ത കാലത്ത് മോസസിന്റെ കാലത്ത് മോസസിനും കൂട്ടർക്കും ലോ കിട്ടിയത്. ഇവന് ലോ ഇല്ല. അന്ന് യഹോവയെ അറിഞ്ഞവനാണ് ആര്? ബാലാം. അതുകൊണ്ടാ ഹാർട്ട് ട്രാൻസ്ഫോംഡ് ആണ്. മുഴുതുമറിക്കണം, കട്ടകളൊക്കെ ഉടച്ചു നിർത്തണം. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് നിനക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തെ പ്ലീസിംഗ്. നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വർഷിപ്പിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ആരാധന ദൈവത്തിന് പ്ലീസിംഗ് ആകണേ. ദൈവം പറയുന്നത് ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറയാം, പക്ഷെ കാര്യമില്ല. സ്വർഗത്തിന് അത് പ്ലീസിംഗ് ആണെന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധനയാണ്. നിന്റെ വർഷിപ്പ് ഷുഡ് ബി വൈസ്, അപ്പീലിംഗ് അല്ല വൈസ്. ഇങ്ങനത്തെ സമയമില്ല. Hebrews chapter 12 verse 1 to 3. അതുകൊണ്ട് ഓർക്കണം, we have a big cloud of witness. എനിക്ക് പറയാനില്ല, ഞാൻ പറയാൻ പോയ വിറ്റ്നസ് ഡേവിഡ് എന്ന വിറ്റ്നസിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കും. ഞാൻ നോക്കുമ്പോൾ എല്ലാം ഇത് മെസ്സേജിനോട് അലൈൻഡ് ആയിട്ട് വരുന്ന. അപ്പൊ നോക്കണം, സിൻസ് യു ഹാവ് സച്ച് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് അറൗണ്ട് us, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്തോ പറയുന്ന വായിച്ചാട്ട്, മുറുകെ പറ്റുന്ന പാപം, ഭാരം, എവറി വെയിറ്റ്. ഓർത്തോണം, നമ്മളെ കത്താൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ദൈവമക്കൾ വെയിറ്റ് പേരിക്കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് യേശു പഠിപ്പിക്കും, ഡു നോട്ട് വറി. ജാതികൾ അത് ചെയ്യുന്നു. യു ആർ നോട്ട് എ ജെന്റൈൽ. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ഇട്ട വിശുദ്ധനാ. യു ഷുഡ് നെവർ ബി ക്യാരിങ് വെയിറ്റ്സ്. ഇത് പറയാ. പക്ഷെ നിന്റെ ആരാധനയെ തകർക്കുന്ന വെയിറ്റ്സ്, അത് വെയിറ്റ്സ് എപ്പോഴും വന്ന് നിന്റെ ഫാമിലി വെയിറ്റ്സ്, ഫാമിലി burden, തലമുറ. Lay it aside, lay it at the feet of Christ. You be free and serve Him. നിന്റെ ഭാരമാണ് നിന്നെ ആരാധനയ്ക്ക് വിടാൻ പറ്റാത്തത്. You are taking too much burdens. God hates it. അതുകൊണ്ടാ വായിച്ചോ, എന്നോ വായിച്ചായിട്ട് നിനക്ക് ഒത്തിരി ക്ലൗഡ് ഓഫ് വിറ്റ്നസ് ചുറ്റുമുണ്ട്. നിനക്ക് നോക്കിയാൽ പഠിക്കാൻ ഇഷ്ടംപോലെ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് ബൈബിളിൽ ദൈവം തന്നിട്ടുണ്ട്. Watch out. Don't carry weights. ഒന്നൊരു വായിച്ചേ, lay aside every weight. അടുത്ത സിന്ന്. വെയിറ്റ് നമ്മളെ വിട്ടുമാറത്തില്ല. അത് നമുക്കെല്ലാം ബർഡനാണ്. നമ്മുടെ തലമുറയെ കുറിച്ച് ബർഡൻ, ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, വീടിനെ കുറിച്ച്, കടങ്ങളെ കുറിച്ച് ബർഡൻ. സിന്നിനെയും വെയിറ്റിനെ ഒരുമിച്ചല്ലേ പറഞ്ഞേക്കുന്നേ? ശ്രദ്ധിച്ചോ? സിൻ, വെയിറ്റ് ആൻഡ് സിൻ ലൈക്ക്. ചില കാര്യം തിരിച്ചറിഞ്ഞോണം. ഇത് മർമ്മം പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ലോകമനുഷ്യന്റെ ജ്ഞാനം അനുസരിച്ച് പോയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. Weight and sin is set along. It is equivalent. When you have God to take care of your necessities and needs and your problems, you're worrying and you're trying to carry the weight by yourself. That is sin. അത് പാപമാണ്. പരിശുദ്ധ ഞാനല്ല പറയുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്യണമല്ല. കാരണം God is giving the word. Sin and weight. അത് സിന്നാണെങ്കിൽ എപ്പോഴും നിന്നെ എൻടാങ്കിൾ ചെയ്യും. വെയിറ്റ് നിന്നെ വിട്ട് മാറത്തില്ല. മാത്രം നല്ല കാര്യം ചെയ്യാൻ പോയ, പക്ഷെ ഒരു കാര്യം പ്രശ്നമാണ്, വെയിറ്റ്. അതുകൊണ്ട് എല്ലാവരും ബിറ്റർനെസ്, സന്തോഷമില്ല, അന്ന് ആരാധനയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ല.
ദൈവം നിന്നെ പ്രവാചകനാക്കാൻ നോക്കുക. ഐ ജസ്റ്റ് സ്പീക്കിംഗ് ബൈ ഫെയ്ത്ത്. ആരും നിങ്ങളെ എന്നെക്കാൾ ശ്രേഷ്ഠമായി കണ്ട പ്രസംഗിക്കുന്നത്. ഐ എം പ്രീച്ചിങ് ടു മൈസെൽഫ് ഓൾസോ. അതുകൊണ്ട് ഇത് ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ആ മെസ്സേജ് അല്ലാത്തതുകൊണ്ട് സ്തോത്രം. കാരണം when I say it, I am speaking to myself also. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്ലാൻ സിസ്റ്റർ ഷീന പറഞ്ഞ പോലെ, ലുക്ക്, God is speaking to you through the word. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ കണ്ടതാ. ഇന്നും ഇന്നലെ അല്ലെന്നേ. പ്രശ്നം വരുന്ന എത്ര മുമ്പ് ഞാൻ നിന്നെ കണ്ടതാ. നിന്റെ ഭാവി ഞാൻ കണ്ടതാ. നിന്റെ നാളുകളൊക്കെ എന്റെ പുസ്തകത്തിൽ എഴുതിയതാ. ഇന്നൊന്ന് വെയിറ്റ് നോ, നിന്നെ അങ്ങനെ പ്രവാചകിയായിട്ട് for nations. നിന്നെ ഫിലദൽഫിയയിലെ പല സെന്ററുകൾ അയക്കുന്നെങ്കിൽ ഈ നഗരത്തില് ലോകത്തിലെ സകല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യർ വന്ന് പാർക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ നല്ലൊരു ശതമാനം ഭാഷ അറിയാത്തവര് വെൽഫെയർ സിസ്റ്റത്തിലാണ്. നിന്നെ ഓരോ സ്ഥലത്തും അയക്കുന്നത് യു ആർ നോട്ട് ഗോയിങ്, നീ ജോലി തേടിയതല്ല, ദൈവം നിന്നെ ആക്കിയതാ. പരിശുദ്ധമ്മ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്ക്. എന്നൊന്നു പോകും, കർത്താവേ എന്റെ കഷ്ടങ്ങൾ കയ്പുകൾ ആർക്ക് മനസ്സിലാക്കാൻ കടൽ കടന്ന് വിത്രായി എല്ലാം പോയി അവൻ ഭ്രാന്തിയെ പോലെ കടന്ന അവസരങ്ങളിൽ നാളെ താങ്ങി എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ള വരുമ്പോൾ നീ പറയുന്നതിന്റെ വായി മുഴുവൻ നിന്നെ ബ്രേക്ക് ചെയ്ത് നിന്നെ തകർത്തത് മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സഹോദരങ്ങൾക്കോ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിയാതിരുന്നപ്പോഴും നീ ചാരമായി പോകാതെ കാത്തിരുന്ന കൂടെ ഇരുന്ന് നിന്നെ നടത്തിയത് നിന്റെ ആദരങ്ങൾ കൂടി എന്നോട് സംസാരിക്കാനാ. നീ ഒരു പ്രവാചിയായി മാറേണ്ട സഭയിൽ നിന്നെ അയക്കുന്ന ഇടങ്ങളിലും വെയിറ്റൻസിന് ഒരു വല അത് get rid of it. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. God has kept even your race. പിശാചിന്റെ ആഗ്രഹം നിന്നെ കൊണ്ട് ഈ ഓട്ടം ഓടിക്കല. അതിന് മുമ്പ് നിന്നെ കൊല്ലണം, ഇല്ല നിന്നെ ഇട്ടേച്ച് പോകുമാറാക്കണം. That is the aim of devil. ഇല്ലെങ്കിൽ അതിന് അപ്പൊ ഞാനിത് ഈ വിഷയം പറയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥന അപേക്ഷിക്കാം. സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ച് സമയം പോയതുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഒരു വലിയ പ്രോബ്ലം, രാത്രി മൊത്തം ജോലി കുത്തിയിരുന്ന് എന്താ ചെയ്യാതെ വീടുകൾ പോയി പ്രാർത്ഥിക്കാൻ പോവാതെ വെയിറ്റ്. ഞാൻ പറയാനല്ലേ എന്നോട് അവസാനം ഐ ആം സ്പീക്കിംഗ് ടു മൈസെൽഫ്. ഐ ആം നോട്ട് ജസ്റ്റ് pointing anyone else because I see it in me. അതുകൊണ്ട് സാറേ കർത്താവ് ആഗ്രഹിക്കുന്ന വേല ചെയ്യുന്നില്ല. അതോ ചെയ്യുന്നോ അതും ഇല്ല, അതോ ചെയ്തിരുന്ന ഉറക്കം നോക്കി വീഴുക ചെയ്യുന്നില്ല, എന്നാ പോയി കിടക്കുമോ അതുമില്ല. ഇത് വലിയൊരു തന്ത്രമാണ്. കാരണം എന്തുവാ? ഞാൻ ചെയ്യേണ്ട ജോലി എന്നെ കൊണ്ട് ചെയ്യിക്കാതെ തകർത്ത് കൊന്നുകളയാൻ ഈ ദിവസങ്ങൾ ബർഡനൊക്കെ മാറ്റി വെച്ച് ഉറങ്ങേണ്ട സമയത്ത് വർക്ക് ഗോഡ് ലുക്ക്, ഞാൻ ചെയ്യുന്ന വർക്ക് കൊണ്ടല്ല ഹില്ലോക്ക് നടക്കുന്നതും തിരിച്ചറിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ, ദൈവത്തിന് വേണ്ടി മുഴങ്കാലം മടക്കാൻ പോയി പ്രാർത്ഥിച്ചുറങ്ങാതിരുന്നോ കുഴപ്പമില്ല. അത് പ്രാർത്ഥിച്ചുറങ്ങാതിരുന്നിട്ട് എനിക്കൊരു ദോഷവും വരത്തില്ല, ഒരു ദോഷവും വരത്തില്ല. ഓരോരോ കണ്ണീരൊടുക്കാൻ പരിശുദ്ധന്മാരെ രാത്രിയാമങ്ങളിൽ നീ പ്രാർത്ഥിച്ചിട്ട് അനേകർക്ക് വേണ്ടി ഇടവിൽ നിന്ന് കരഞ്ഞ് ആത്മാവിൽ അമ്മൻ പ്രവചനങ്ങൾ വരണം. അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരത്തില്ല. പക്ഷെ ഈ ലോകത്തിന് വേണ്ടി നീ ഓടിയിട്ട് അമ്മൻ സ്വന്തം ചെയ്യുന്ന ഒന്ന് നീ ഉറങ്ങത്തുമില്ല, രോഗം നിനക്ക് വന്നു പിടുകയും ചെയ്യും, ദൈവവും കാണത്തില്ല, ഈ ലോകവും കാണത്തില്ല. അമ്മൻ സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് അമ്മൻ എല്ലാം മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്റ്റഡിയായിട്ട് കൊടുക്കുക. ആരും നോക്കണം? യേശുവിനെ നോക്കുക. അതാ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ടേസ്റ്റ് ആൻഡ് ഹണി നിന്റെ യേശു ഹണിയാ. പ്രതികൂലമുണ്ട്, നീ അങ്ങനെ അവൻ ഓടിയത് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നമില്ലെന്നല്ല, പ്രശ്നം ഇഷ്ടം പോലെ വരും. അവൻ നീതിമാന്റെ അനർത്ഥങ്ങള് അസംഖ്യമാണ്. അപ്പോഴത്തേക്ക് യേശുവിനെ നോക്കിയാൽ മതി. അപ്പൊ സ്വീറ്റ് ഹണി പോലെ പോകും. അതാവേ ജീസസ് എന്നേക്കാൾ അത്ര കഷ്ടം സഹിച്ചു. ഐ എം നോട്ട് ഈവൻ സഫറിങ്. ഒരു പെർസെന്റ് പോലും. അപ്പോ ആളുകൾ ഐ വാണ്ട് ടു റൺ. ആനന്ദത്തോട് സന്തോഷത്തോട് സഹിപ്പാൻ എന്നെ കൊണ്ട് സാധിക്കും. അവൻ ദാവീദിനെ എടുക്കാം. ക്ലോട്ട്സ് ജീവിതത്തിലെ ക്ലോട്ട്. ദാവീദിന്റെ ജീവിതത്തില് ഒത്തിരി ക്ലോട്ട്സ് ഉണ്ടായിരുന്നു. ശൗലിനുണ്ടായിരുന്ന പോലെ തന്നെയുള്ള ക്ലോട്ട്സ്. പ്രിയമുള്ളവരെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അവൻ ക്ലോഡ് ഓഫ് പ്രൈഡ് ദാവീദിലുണ്ടായിരുന്നു. പ്രൈഡ്. അപ്പന്റെ ആടിനെ മേയിച്ചു കിടന്നു. അപ്പനും വിലയില്ല, വീട്ടുകാർക്കും സ്വന്തക്കാർക്കും രക്തബന്ധങ്ങൾക്കും വിലയില്ലാതെ ബന്ധത്തോണ്ടാണ് ദൈവം അവനെ കാട്ടിന്ന് വിളിച്ചു വരുത്തിയ രാജാവ്. രാജാവായി കഴിഞ്ഞപ്പോൾ അഹന്ത അവന്റെ ഉള്ളിൽ ഉണ്ടായി. ദാവീദ് അവൻ ജനത്തെ എണ്ണാൻ അവനറിയാം, വചനത്തിൽ കൂടെ അറിയാം എണ്ണരുത്. ദൈവം പറഞ്ഞോണ്ട് നിന്റെ ജനത്തെ എന്ത് ചെയ്യരുത്? എണ്ണരുത്. should not count. He ordered count the people. കാരണം നീ രാജാവാക്കി എന്റെ ദൈവം, അത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഇത്രത്തോളം എന്റെ ദൈവം സഹായിച്ചു. Don't count.
ജോബ പറഞ്ഞു, യജമാനെ, Lord, what are you doing? ഞാനല്ല പറഞ്ഞ കൗണ്ട് ചെയ്യും. ജനങ്ങളെ കൊണ്ട് ഓർപ്പിച്ചിട്ട് പോലും he did not. എന്ത് പറ്റി? he counted persecution. ആരുടെ മേല വരുന്നത്? ഇവന്റെ മേലല്ല വരുന്നത്, ജനത്തിന്മേലാണ്. Thousands died. പക്ഷെ ഇവനോട് പ്രത്യേകത ക്ലോട്ട്സ്, പ്രത്യേകം ഇവനെ ഓടി ന്യായവിധി നടക്കുക ദൈവത്തിന്റെ. അങ്ങനെയാണ് അർമ്മോന്റെ കലത്തിന്റെ അരികെ എത്തിയത്. അവിടെ വെച്ചാണ്, ആ സ്ഥലത്താണെന്ന് തോന്നുന്നു, അവൻ ഇസാക്കിനെ യാഗം അർപ്പിക്കാനിടയത്. ആ സ്ഥലത്താണ് എൽശേദേവാൽ നിൽക്കുന്നത്. അവിടെ എത്തിയിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നാളെ പ്രവാചകൻ പറഞ്ഞു, നീ ഇന്ന തെറ്റ് ചെയ്തു, അവന് 3 ശിക്ഷ വെക്കുക, നിനക്ക് ഇഷ്ടമുള്ളത്. അവൻ പറഞ്ഞു, ഇല്ല, ഐ ആം ഫോളോയിങ് ഇൻ ടു ഹിസ് ഹാൻഡ്സ്. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തു, പേടിച്ചില്ല. ഭയമല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിനുള്ള സ്നേഹം, ആശ്രയം. ക്ലോട്ട്സ്, അഹങ്കാരത്തിന്റെ ക്ലോഡ് വന്നെങ്കിലും തെറ്റു ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നിട്ട് അവിടെ ആരാധന ശ്രദ്ധിച്ചോണെ. ആരാധന അന്യന്റെ ചെലവിലല്ല. അണ്ണോ പറയാൻ, യു ടേക്ക് ദിസ് ലാൻഡ് അല്ല എടുത്തോ. നോ നോ നോ, ചെലവ് കൂടാതെ ആരും ചെയ്യത്തില്ല. ഈ പെയിന്റ് അവൻ പുത്രി മാറുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. അടുത്തത് അവൻ വീണ്ടും അവൻ സ്വന്തം ചെയ്യുന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തില് അവൻ താഴ്മയില്ലാത്ത ഒത്തിരി അവസ്ഥയിൽ എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഇത് 1 സാമുവേൽ ചാപ്റ്റർ 13 8-14 വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ഒത്തിരി വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. അത് അങ്ങോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തതായിട്ട് അവന്റെ ജീവിതത്തിൽ നാം കാണുന്ന ക്ലോഡ് എന്ന് പറയുന്നത് അവൻ സ്വന്തം ഹാഫ് ഹാർട്ടഡ്നെസ്സിനോട് ദൈവത്തെ സേവിച്ചു അവസ്ഥ. അവൻ ദൈവം കൊടുത്ത ഒത്തിരി അനുഗ്രഹങ്ങള് ഹാഫ് ഹാർട്ടഡ്നെസ്സിനോടുകൂടെ സേവിച്ചത് കൊണ്ട് അവന് വന്ന അനേക അനുഭവങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അവൻ സ്വന്തം ബൈബിൾ വായിക്കുമ്പോൾ ആരാധിപ്പാൻ അവൻ രാജാവായ ഉടനെ his heart was always for the Lord. He wanted to worship him. എന്താ, എനിക്ക് കൊട്ടാരമൊക്കെ വന്നു എന്റെ ദൈവത്തിനാണ്. സാമുവേൽ തിങ്ക് ചെയ്തില്ല ദൈവത്തിന്റെ ആർക്കനെ കുറിച്ച്. ഡേവിഡ് കിങ് ആയ ഉടനെ അവൻ ആദ്യം ചിന്തിക്കുന്ന ആരെ കുറിച്ചാണ് അറിയാമോ? ദൈവത്തെ കുറിച്ച്. അവൻ പറഞ്ഞു, I want to bring the ark of God to Jerusalem. ജബൂസിയരുടെ സിറ്റി പിടിച്ചിട്ട് he made his city. അങ്ങനെ ജെറുസലേം ജബൂസൈഡ് സിറ്റിയാണ് ജെറുസലേം ആക്കി മാറ്റി. I want to bring the ark of God into Jerusalem. ഞാൻ പാർക്കുന്നിടത്ത് ദൈവത്തിന്റെ കുടുംബ പ്രാർത്ഥനയും അല്ലെ ഫാമിലി പ്രയർ മാത്രമല്ല, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്ന അനുഗ്രഹമാണ്. അവന്റെ കൊതിയ ശമൂൽ അത് തോന്നി. അവനെന്ത് പറ്റി? എന്റെ മക്കള് പടിവരച്ചവൻ താങ്ങുമ്പോൾ ദൈവവഴി അറിയാത്തവരുമായിട്ട് വളർന്നു വന്നു, കൈക്കൂലിക്കാരായിട്ട് വളർന്നു വന്നു. ഇലായിയുടെ മക്കൾക്ക് കണ്ട് പഠിച്ചതാണ് ശമൂൽ. പക്ഷേ ശമൂൽ നന്നായിട്ടാണ് ജീവിച്ചത്, ഇലായിയെ പോലൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരുടെ മക്കൾ വന്നപ്പോൾ കൈക്കൂലിക്കാരും അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കള് രാജാക്കന്മാർക്ക് വേണ്ടി കൊതിച്ചത്. ഞാൻ നോക്കുമ്പോൾ പിന്നെ എന്തോ എറർ കാണിച്ച് ഇവിടെ പെട്ടകം 20 വർഷത്തിന് മുമ്പേ വന്നതാണ് അഭിനവതാവിന്റെ വീട്ടില്. But Samuel did not put his heart to bring the ark of God to this city. ദൈവനെ നോക്കി രാജാവായോടനെ I want to bring the ark of God. പക്ഷെ പ്രശ്നമിതാണ് ഹാഫ് ഓഫ് എങ്ങനെ ചെയ്യുന്നത്? അവനെ നോക്കൂ, അവൻ ദൈവത്തെ ഹോണർ ചെയ്യണം എന്നുള്ള അവന്റെ ആഗ്രഹമാണ്, പകുതി ഹാർഡർ. പക്ഷെ അടുത്തത് ഈ ഹോണർ ചെയ്യേണ്ട ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെന്നുള്ള കാര്യം അവൻ ഓർക്കാൻ പറ്റിയില്ല. അവൻ സ്വന്തം ഇഗ്നോർഡ് ദ മെത്തഡ്. ഈ ജാതികൾ ചെയ്യുന്ന പോലെ ജാതികൾ പല രീതിയിൽ ചെയ്യും. ഫിലിസ്റ്റൈൻസ് എങ്ങനെയാ പെട്ടകം വിട്ടത്? അവര് പശുക്കളെ കൊണ്ടുവന്ന് ഒരു കാളവണ്ട ഉണ്ടാക്കി അതേ കയറ്റി വിട്ടു. അപ്പൊ ദാവീദ് പറഞ്ഞ അതിനേക്കാൾ ഞാൻ നല്ല കാളവണ്ടി ഉണ്ടാക്കി നല്ല കാളകൾ ഉണ്ടാക്കി വിടാം. നീ വചന അതുകൊണ്ടാ പറഞ്ഞ വൈ ട്രഡീഷൻസ് അല്ല നീ ഫോളോ ചെയ്യേണ്ടത്, ലോകത്തെ അല്ല ഫോളോ ചെയ്യേണ്ടത്, വേർഡാ ഫോളോ ചെയ്യേണ്ടത്. ദൈവത്തെ ഉപയോഗിക്കുമ്പം ഹാഫ് ഹാർട്ടിനോട് ചെയ്യരുത്, ബ്ലെസ്സിംഗ് അല്ല. സോ അവന്റെ അറിവിലെയോ അഭിനാഥന്റെ വീട്ടിൽ ഇങ്ങനെ വിട്ടെങ്കിൽ അന്ന് ഞാനെന്ന് നല്ല കാളവണ്ടി ഉണ്ടാക്കും, പുതിയ കാളവണ്ടി കേട്ടോ. ഫ്രണ്ടില് ആരാധിക്കാൻ തമ്പുരുവും എല്ലാ വാദ്യോപകരണോട്ടോ എന്തൊരു ആരാധനയോ പാട്ട് കേട്ടാ വിചാരിച്ചു എല്ലാവരും ആത്മാവിലായി പോകും. എന്നിട്ട് പെട്ടകം കെട്ടി കാളവണ്ടിയെ വെച്ചു. അങ്ങനെ വന്നു അവൻ അർണോന്റെ കാളത്തിനൊക്കെ വന്നപ്പോഴത്തേക്ക് കാള അന്നേരം ഉസയുടെ വീട്ടിൽ 20 അവരുടെ കുഞ്ഞുങ്ങൾ ഓർത്തോണം, ആരാധന നിന്റെ വീട്ടിൽ നടക്കുന്നു, നീ വചനം ശുശ്രൂഷകൾ കണ്ടു എന്ന് വെച്ചുകൊണ്ട് ദൈവം ഒരിക്കലും പോക്കറ്റിലാന്ന് വിചാരിക്കല്ലേ, കൈ വെക്കാന്ന് വിചാരിക്കല്ലേ. ഉസലാടിക്കറി പെട്ടം ശ്രദ്ധിച്ചത് പിടിക്കാൻ കാരണം എന്തുവാ? അയ്യോ പെട്ടകം താഴെ അല്ലേ, പെട്ടകം വീഴാതിരിക്കാനാണ്. ഉസയ്ക്ക് പെട്ടകത്തിന്റെ വില പറയുന്നു. ഒരു കാര്യം, നീ എത്ര ദൈവം കാണും, പെട്ടകത്തെ ദൈവം കൈവിടും. ആർക്കോട് കൊണ്ടുപോയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒഫ്നിക്കും ഫിനാസും വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. They failed in the war.
നീ ആരാധനയോ പള്ളിയിൽ പോകുന്നതോ വചനപ്രകാരമല്ലേ, യു വിൽ ഫെയിൽ ഇറ്റ്, യു വിൽ ലൂസ് ഇറ്റ്. പെട്ടെന്ന് കൊണ്ടുപോയി ഞാൻ ആരാധന പറഞ്ഞ പോലെ ബൈബിൾ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊണ്ട്, നോ, യു വോണ്ട് വിൻ. പെട്ടെന്ന് ദൈവം കൈവിടുക. അതേ കയറി പിടിക്കാനാണ് ഉത്സാഹ ശ്രമിച്ചത്. അന്നേരം കൊണ്ടു പറഞ്ഞു, ഈ പെട്ടെന്ന് വേണ്ട. അതാ നിമിഷ നേരം കൊണ്ട് ദൈവത്തെ വേണ്ടെന്ന് പറയുന്നത് പെട്ടെന്നാ. അന്നേരം എന്റെ ക്ലോഡ് എന്താണെന്ന് നോക്കാൻ, എന്റെ കട്ട എന്താ, ഹാഫ് ഹാർട്ടഡ്നെസ്സിനോട് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ദൈവത്തിന് ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് ചെയ്യാനായിട്ട് മനസ്സ് കിട്ടുന്നില്ല. അവൻ സ്വന്തം ദാവീദ് ജീവിതത്തിലെ വലിയൊരു ക്ലോഡ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ പിന്നീട് ദൈവം തന്നെ ഇറക്കേണ്ടി വന്നു. കാരണം ദാവീദ് എന്റെ പെട്ടെന്ന് വേണ്ട, ആരാധനയ്ക്ക് വെച്ചവൻ ദൈവത്തെ അവൻ ദൈവത്തിന്റെ സാന്നിധ്യം സ്വന്തം നഗരത്തിൽ കൊണ്ട് ആഗ്രഹിച്ചവൻ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞു പോയി. ഇത് നമ്മളൊക്കെ ഇതുപോലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനി പ്രാർത്ഥന വേണ്ട, നീട്ടേച്ചു. പക്ഷെ ഒരു കാര്യം അറിയുന്നില്ല, ആ പെട്ടവൻ തൊട്ടടുത്തുള്ള ഓബേദ്യേദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. 3 മാസം പിടിച്ചില്ല, രാജ്യം മൊത്തം കേൾക്കത്തക്കോണം ഓബേദ്യേദോമിനെയും തനിക്കുള്ളതിനെ ആരനുഗ്രഹിച്ചു? ദാവീദിന്റെ പ്രത്യേകത ചില കാണുമ്പോൾ ഗ്രഹിക്കാൻ വേണ്ടി അല്പം മനസ്സിൽ എന്ത് ചെയ്തു, ഞാൻ ഏറ്റവും നന്നായിട്ടാണല്ലോ ചെയ്തത്, ഈ പുലി ഒന്നും ചെയ്യാതെ വീട്ടിൽ പെട്ടെന്ന് പോയപ്പോ ബ്ലസ്ഡ് ആയോ? പെട്ടെന്ന് തെറ്റ് തിരിച്ചറിയുമ്പോൾ he wanted to correct it. ലേവ്യന്മാരെ വിളിച്ചു. ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. ക്ലോഡ്സ് അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവം നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കൊടുത്തിരിക്കുമ്പോൾ അന്യന്റെ മുതല് കണ്ടിട്ട് ആഗ്രഹിച്ചു. എന്നിട്ട് അതിനെ മറച്ചു വെച്ചു. പാപം ഹൈഡ് ചെയ്യുന്നൊരു ക്ലോഡ. ലംഘനം മറച്ചു വെക്കുന്നവൻ എന്ത് വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ മറച്ചിട്ടു. ദൈവം അവനെ പിടിച്ചപ്പോൾ ജസ്റ്റിഫൈ ചെയ്തില്ല. അവൻ ക്ലോഡ് പാപം അത് അവന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. പക്ഷേ ദൈവത്തിന് ന്യായവിധിയുണ്ട്. ഇനി വരുമ്പോൾ ഇനി അടുത്ത ഒരു തെറ്റെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയത്തില്ല. തന്റെ മൂത്തമോൻ പാപം ചെയ്തു, തെറ്റ് ചെയ്തു, അവനെ വിളിച്ച് ശാസിച്ച് അവന് ശിക്ഷ കൊടുക്കുന്നവരെ പുള്ളി മിണ്ടാതിരുന്നു. ഒത്തിരി ക്ലോഡ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, പിള്ളേർ തെറ്റ് ചെയ്യുമ്പോൾ അപ്പൻ മിണ്ടാതിരിക്കുകയാണെങ്കിലോ, ഞാൻ അതിനേക്കാൾ നീതിയുള്ളവനല്ലോ മിണ്ടാതിരിക്കുക. എന്തു പറ്റി? ഒരു കൊലപാതകമായിട്ട് മാറി. അബ്ശാലോം became a murderer. അപ്പനെതിരെ തിരിഞ്ഞു. പറയാണെങ്കിൽ ഒത്തിരി വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന ക്ലോഡ്സ്. നമ്മൾ ഉടച്ച് നിരത്തിയില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ എത്താൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് നോക്കൂ, അവൻ അന്യനെ മുതൽ ആഗ്രഹിച്ചിട്ടൊന്ന് മറച്ചു. പിന്നീട് അവന്റെ വീട്ടിൽ നിന്ന് വാള് മാറാനിടെ. പക്ഷെ അതിന്റെ മധ്യത്തിലും അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതേ കാര്യം തന്നെ ശൗലിനോടും ദൈവം ചെയ്തു. ശൗൽ എന്ത് ചെയ്തു? റിപ്പന്റ് ചെയ്ത് മടങ്ങി വരാന് കറക്റ്റ് ചെയ്യാൻ മനസ്സ് വെച്ചില്ല. നമ്മുടെ ദൈവനെ നോക്കിയ ദൈവം പറയാ, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ ദാസനായ ദാവീദ്. God is telling a man according to my own heart. എന്റെ എത്ര ക്ലോഡ്സാ സെലക്റ്റീവ് ഒബീഡിയൻസ്. എന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. നോക്കുമ്പോൾ എണ്ണമറ്റ. ഇനി അടുത്തത് കള്ളം. കള്ളം പറയുന്ന ഒരു കാര്യം. Look, while he was running away from Saul, അബീമേലെക്ക് എന്ന പ്രീസ്റ്റ് അടുക്കലെത്തി. ഞാൻ രാജാവിന്റെ ഒരു ബിസിനസ്സിന് പോവാ. ഐ എം ഗോയിങ് ഓൺ എ ബിസിനസ് ഫോർ കിങ്. കള്ള പറയുന്നു. അപ്പൊ അവിടെ ദോവേഗ് എന്ന് പറഞ്ഞ ഒരു എഡോമൈറ്റിന് അവിടെ പ്രസംഗി കിടക്കാം. അവനിതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുക. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാതെ ഓടുന്നത്. ജോനാഥൻ എടുത്തുനിന്ന് ഓടിപ്പോവുക. കാരണം സോൾ ഇസ് ട്രൈങ് ടു കിൽ ഹിം. ട്രൂത്ത് പറയുന്നില്ല, സത്യം പറയുന്നില്ല. നമ്മൾ എത്രയോ വട്ടം ഉള്ള സത്യം തുറന്നു പറയാതിരിക്കുന്നു. അബീമേലെക്ക് ഒന്നും അറിയാതെ എന്ത് ചെയ്തു? പുള്ളി പറഞ്ഞു, ഇവിടെ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന കാഴ്ചയപ്പത്തിന് മേശമേലിരിക്കുന്ന അപ്പം അല്ലാതെ ഒന്നുമില്ല, പക്ഷെ വിശുദ്ധി ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുഴപ്പമില്ല, എന്നോടുള്ള ആൾക്കാരൊന്നും സ്ത്രീയെടുക്കൊന്നും പോയിട്ടില്ല, ബി ആർ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് അപ്പവും മേടിച്ചിട്ട് പോയി. അവസാനം വാള് വല്ലതും ഉണ്ടോ? ഡു യു ഹാവ് എനി സോഴ്സ്? അവിടെ ഗൊലായത്തിന്റെ വാളവ് ഉണ്ടായിരുന്നു. അത് കൊടുത്ത് കുത്തു. പുള്ളിക്കൊന്നും അറിയത്തില്ല. ട്രൂത്ത് ഡാവിഡിട്ട് പിണ്ടുന്നുമില്ല. അവിടെ നിന്നാണ് അവൻ ഓടിപ്പോകുന്നത്. ഓടിപ്പോയി അവിടെ വെച്ച് അബീമേലെക്ക് കിങ്ങിന് എടുക്കപ്പോ. പക്ഷെ എന്ത് പറ്റി? ദോവേഗ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയി സൗളിന് എടുക്കപ്പോ പറഞ്ഞു, ദാവീദിനെ ഞാൻ ഇവിടെ കണ്ടു. ദോവേഗിന്റെ വാക്ക് കേട്ട് ശൗലോട് വന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്രീസിനെ എല്ലാം എന്ത് ചെയ്തു? Psalm 34 പോയി വായിക്കണം. അന്നേരമാ ദാവീദും
കുറവ് മനസ്സിലാക്കണം. അത് നിമിത്തമായിട്ട് എന്ത് ചെയ്തു? അവിടെ ഫിലിസ്തീൻ കിങ്ങിന്റെ കയ്യിൽ തന്നെ അകപ്പെട്ട് തന്നെ മരണത്തിന് അടുത്തായി തന്റെ ജീവിതം ദൈവം വിടുവിച്ചപ്പോൾ താൻ പാടി. എന്നിട്ട് താൻ പറയുക, അവൻ സ്വന്തം നിന്റെ അതരം വ്യാജത്തിന് വിട്ടുകൊടുക്കരുത്. അവൻ കള്ളസത്യം ചെയ്തത് 34 സംഗീതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. എന്നാൽ എന്നിട്ടും ദൈവം ഉദ്ധരിച്ചു. കാരണം കുറവനെ കണ്ടു പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ ദൈവം വിടുവിക്കുന്നു. 51 സംഗീതത്തിൽ നാം പാടുന്നതിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞ് പാടി ദൈവസമയം മടങ്ങി വരാൻ താൻ കൊതിച്ചു. ഇന്ന് പോൽക്കാലം അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയാണ്. നിന്റെ ഹൃദയത്തെ അവൻ സ്വന്തം ട്രാൻസ്ഫോം ചെയ്യാൻ ഏൽപ്പിക്കണം. എന്തിനാ? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ നടക്കും, പെർമിസിബിൾ വില്ലിലല്ല. അതുകൊണ്ട് ആ സകല വെയിറ്റും കളയണം. നമ്മളെ ഈസിലി എൻറ്റാങ്കിൾ ചെയ്യുന്ന സിനിമ വിട്ട് കളയണം. എന്നിട്ട് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടമുണ്ട് പ്രിയമുള്ളവരെ. എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. ഒരു ദിവസമേ ഉള്ളോ, 1 വർഷമാണോ, 10 വർഷമാണോ, 50 വർഷമാണോ അറിയത്തില്ല. ആ ഓട്ടം സ്ഥിരതയോടെ യേശുവിനെ ഓടണം. എന്നിട്ട് അനേക യേശുവിനെ കണ്ട അവനായി നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ സമർപ്പിക്കാം. ഇവ ഞങ്ങൾ ആദ്യമായി കർത്താവ് മേഖലയിലേക്ക് സമയം പോയിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അവൻ ദാവീദ് എത്രയോ ആൾക്കാരെ നമുക്ക് വാരത്തിൽ കാണാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാറുള്ളത് നിന്റെ വചനം മാത്രം. പകൽക്കാലം ആ വചനത്തെ മുറുകെ പിടിക്കാം. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തിലെത്തുന്ന യേശുവിനെ നോക്കാം. അവൻ സ്വന്തം തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അവൻ സ്വന്തം ചെയ്യുന്നു ആ സമ്മാനം ഓർത്ത് അവമാനമൊക്കെയും അവൻ അലക്ഷ്യമാക്കി സഫറിങ്ങിനെ അവൻ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി അവനെ തന്റെ വലത്ത് ഭാഗത്തിരുത്തി. നമുക്ക് എഴുന്നേറ്റ് ഈ ഗാനം പാടാം. നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് പ്രേരണപ്പെടാൻ സമർപ്പിക്കാം. ഈ വചനത്തെ അനുസരിച്ച് നടക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ആകാശം